ഹലോ ഗൈസ്, ഇപ്പോൾ യൂട്യൂബും റീൽസൊക്കെ തുറന്നാൽ ആദ്യം തന്നെ വരുന്നത് ക്ലേ മേക്കിംഗ് വീഡിയോസാണ്. പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കണേ, നമുക്കും ഉണ്ടാക്കാം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കുറച്ച് മണ്ണെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് കട്ട പിടിച്ചിരിക്കുന്ന മണ്ണൊക്കെ അലിയാൻ വേണ്ടി ഞാനതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു ബക്കറ്റിൻ്റെ മുകളിൽ തോർത്ത് കെട്ടി ഈ മിക്സ് കുറച്ചായിട്ട് എടുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് അരിക്കാൻ തുടങ്ങി. കുറേ നേരം നിന്ന് അരിച്ചരിച്ച് എൻ്റെ കാലൊക്കെ വേദനെടുക്കാൻ തുടങ്ങി ഗൈസ്. അപ്പം ഞാൻ എൻ്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി. ഒന്നാമത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ കാല് ഉളുക്കിയിരിക്കുമ്പോഴാണ് ഗൈസ്. പണ്ടേ ഞാനിങ്ങനെയാണ്, വയ്യാതിരിക്കുമ്പോൾ എനിക്ക് പ്രൊഡക്ടിവിറ്റി കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഞാൻ അതിനകത്ത് കല്ലൊക്കെ അരിച്ച് മാറ്റി ആ ബക്കറ്റിൽ ഒരു മൂടി വെച്ചിട്ട് ഞാനത് കുറച്ച് നേരത്തേക്ക് അവിടെ വെച്ചു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. അപ്പോഴേക്കും ഇതിനകത്ത് വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പാത്രം കൊണ്ട് ആ മുകളിലുണ്ടായിരുന്ന വെള്ളം മാത്രം പുറത്തേക്ക് ഒഴിച്ച് കളഞ്ഞു. പിന്നെ ബാക്കി അടിവശത്തുണ്ടായിരുന്ന വെള്ളം ഞാനൊരു സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഒപ്പിയെടുത്ത് കളഞ്ഞു ഗൈസ്. വെള്ളം മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ക്ലേ ഉണ്ടാക്കേണ്ട പകുതി പണി കഴിഞ്ഞ് കിട്ടി. പിന്നെ ഒരു പാത്രത്തിനകത്തേക്ക് തോർത്ത് വിരിച്ചിട്ട് ഞാൻ ഈ ക്ലേ, അതായത് മണ്ണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഗൈസ്. മൊത്തം അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം ഈ തോർത്തിൻ്റെ അറ്റമൊക്കെ എടുത്ത് ഒരു കിഴി പോലാക്കി ഞാൻ പിന്നെ ഒരു തുണിയുടെ സ്ട്രിപ്പ് എടുത്തിട്ട് അത് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുത്തു ഗൈസ്. എന്നിട്ട് ഞാൻ ഈ കിഴി എടുത്തൊരു തുണിയുടെ മുകളിൽ വെച്ച് ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു ഗൈസ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തുണ്ടായിരുന്ന ബാക്കിയുള്ള വെള്ളം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാനത് തുറന്നിട്ട് അതിനകത്തെ മണ്ണൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ചു. നിങ്ങളിത് നല്ല വെയിലുള്ള ദിവസം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് ഉണങ്ങി കിട്ടും കേട്ടോ. എനിക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ലോണം ഉണങ്ങി കിട്ടി. ഒരുമാതിരി വരണ്ട ഭൂമി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കൂടി തോർത്തിൽ നിന്ന് പറിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ആദ്യം ഇത് മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്ലേ കുറച്ച് സോഫ്റ്റായി കിട്ടിയത്. ഇത് ശരിയാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഗൈസ് ഞാൻ ചെയ്തത്, പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇതെനിക്ക് സക്സസ് ആയി കിട്ടി. അതിന് നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിത് 2 പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് പൂട്ടി വെച്ച് ഗൈസ്. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങളുടെ വീട്ടിൽ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിന് ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.